Hello guys, good morning. How are you all doing? I hope all of you are good and studying and listening to my videos or audios as you promised me. Okay, so this is Swati Krishna and I'm taking the portion modal verbs. Okay, and now modal verbs in the varna. Modal verbs. Okay, and now modal verbs in the varna. നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, കുറച്ച് മോഡൽ വെബ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് നമ്മൾ ചില സജഷൻസും ചില ഒബ്ലിക്കേഷൻസും പിന്നെ ഒബ്ലിക്കേഷൻസ് പറഞ്ഞാൽ ചില ഡ്യൂട്ടി പറയാനായിട്ട് അതുപോലെ തന്നെ അഡ്വൈസ് കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സിനെയാണ് നമ്മൾ മോഡൽ വെബ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് മോഡൽ വെബ്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഓക്കെ, ക്യാൻ, പിന്നെ ക്യാൻ, കുഡ്, പിന്നെ വുഡ്, മൈറ്റ് അല്ലേ, അങ്ങനെ കുറേ എക്സാമ്പിൾസ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവും. നീഡ് ടു, ഓ ടു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, സോ ലെറ്റ് us see this. ഓക്കെ, ഏതൊക്കെയാണ് മോഡൽ വെർബ്സ്? ഷാൾ, മസ്റ്റ്, കുഡ്, മൈറ്റ്, വിൽ, ഓ ടു, മേ, വുഡ്, ഷുഡ്, ക്യാൻ. ക്യാൻ, കുഡ്, മേ, മൈറ്റ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, പിന്നെ മസ്റ്റ്, ഓ ടു, മസ്റ്റ്, മൈറ്റ്. ഓക്കെ, സോ എന്താണ് ഒരു മോഡൽ വെർബ്? So modal verb എന്ന് പറഞ്ഞാൽ it's a type of verb and that is used to indicate modality. Modality എന്ന് പറഞ്ഞാൽ എന്താണ്? That's likelihood, ability, permission, request, capacity, suggestions, order, obligation, which means duty or advice. So ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്, അതായത് ഒരു പെർമിഷൻ ചോദിക്കാനോ, ഒരു ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ എന്താ ചോദിക്കുക? മേ ഐ ഗെറ്റ് ഇൻ അല്ലേ? പിന്നെ നിങ്ങളൊരു റിക്വസ്റ്റ് ചെയ്യണം ഒരു കുട്ടിയോട്, അപ്പം നിങ്ങൾ എന്താ പറയുക? ക്യാൻ ഐ ബോറോ ദിസ് പെൻ അല്ലേ? കുഡ് യു പ്ലീസ് പാസ് ദ സോൾട്ട് അല്ലേ? എന്താ പറയുക? ഇപ്പോൾ എബിലിറ്റി, അതായത് ഇപ്പോൾ ഒരാൾ ഡൗൺ ആയിരിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക? യു മസ്റ്റ് ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്, യു ഹാവ് ടു ഡു ഇറ്റ് എന്നൊക്കെ പറയും അല്ലേ? പിന്നെ സജഷൻസ് പറയാനായിട്ട് മേ ഐ ഗീവ് യു എ അഡ്വൈസ് എന്നൊക്കെ ചോദിക്കാം അല്ലേ? മേ ഐ റൈറ്റ് ദിസ്, അല്ലെങ്കിൽ സജഷൻസ് എന്ന് പറയുമ്പോൾ യു ക്യാൻ റൈറ്റ് ദിസ് ലേറ്റർ ഓർ യു ക്യാൻ ടോക്ക് ടു മീ ലേറ്റർ, you can read the books later. ഓക്കെ, അപ്പോൾ അങ്ങനെ പല, ഇപ്പോൾ ഓർഡർ ചെയ്യാനാണെങ്കിൽ, ഒരു ഓർഡർ കൊടുക്കാനാണെങ്കിൽ, ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് പറയും? യു മസ്റ്റ് ഡു ഇറ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാം? യു വിൽ ഡു ഇറ്റ്, നീ തീർച്ചയായും ചെയ്തിരിക്കും എന്നൊക്കെ നമുക്ക് ഇങ്ങനെ കമാൻഡ് കൊടുക്കാം. യു മസ്റ്റ് റൈറ്റ് ദിസ് ബുക്ക്, അല്ലെങ്കിൽ യു മസ്റ്റ് സ്റ്റഡി, യു മസ്റ്റ് റൈറ്റ് ദിസ് എക്സാം, യു മസ്റ്റ് ഒബേ മീ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊരു ഓർഡറിൽ കൊടുക്കാനാണ്, ഒരു ഓർഡർ കൊടുക്കാനാണ്. സോ ഇംഗ്ലീഷിൽ മോഡൽ വെർബ്സ് എന്ന് പറയുന്നത് കോമൺലി യൂസ്ഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ക്യാൻ, കുഡ്, മസ്റ്റ്, ഷുഡ്, ഹാഡ് ബെറ്റർ, ഹാവ് ടു, ആൻഡ് സംടൈംസ് നീഡ് ഓർ ഡയർ. ഡു യു ഡയർ ടു ക്വസ്റ്റ്യൻ? ഡയർ എന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണ്? ധൈര്യം എന്നുള്ളത്. ഐ ഡയർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഐ ഡയർ യു ടു ക്വസ്റ്റ്യൻ മീ, അല്ലെങ്കിൽ ഐ ഡയർ യു ടു പ്ലേ വിത്ത് മീ എന്നൊക്കെ പറയും. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നിനക്ക് ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിക്കുന്നു എന്നുള്ള അർത്ഥത്തിലും എൻ്റെ ധൈര്യം. ഐ ഡയർ യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. സോ നീഡ് എന്ന് പറയും, ഐ നീഡ് ടു ഡു ദിസ്, എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ. ഹാഡ് ബെറ്റർ, യു കുഡ് ഹാവ്, അല്ലെങ്കിൽ ഐ വിൽ തിങ്ക് അബൌട്ട് ദാറ്റ്. ഒക്കെ കിട്ടുന്നില്ല. ഓക്കെ, സോ ക്യാൻ, കുഡ്, മസ്റ്റ്, ഷുഡ്, ഇതൊക്കെയാണ് ഇത്. So in English and other Germanic languages, modal verbs are often distinguished as a class based on certain grammatical properties. ചില ഗ്രാമറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ നമ്മളൊരു വേർതിരിച്ച്, അതായത് നമ്മുടെ സാധാരണ വെബ്സ് ടോക്ക് അല്ലെങ്കിൽ ലിസൺ അതുപോലെയുള്ള ഇതിൻ്റെ കൂടെയല്ല, നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതെന്ന് നമുക്ക് നോക്കാം. ബിക്കോസ് modal verbs are they're different from the normal verbs. They don't use an s for the third person singular. അതായത് ഇപ്പോൾ ഹീ, ഷീ, ഇറ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? തേർഡ് പേഴ്സൺ എന്ന് പറയുക. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്, ഐ. ഓക്കെ, ഹീ, ഷീ എന്നൊക്കെ പറയുന്നത് എന്താണ്? തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ഓക്കെ, അപ്പോൾ ഹീ, ഷീ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വെർബ് എടുക്കുകയാണ്. ഇപ്പോൾ ടോക്ക് എന്നുള്ള വെർബ് എടുക്കുകയാണെങ്കിൽ ഹീയുടെയും ഷീയുടെയും കൂടെ വരുമ്പോൾ എന്താവും? അത് ടോക്സ് എന്നാവും അല്ലേ? ഇപ്പം റൈറ്റ് എന്നുള്ള വെർബാണ്, WRITE. റൈറ്റ് എന്താവും? ഹീ റൈറ്റ്സ്, ഷീ റൈറ്റ്സ്. ലവ് ഇസ് എ വെർബ് അല്ലേ? സോ ലവ് വെൻ കംസ് വിത്ത് ഹി ഓർ ഷീ എന്താവും? He loves you baby, she loves you baby.
എന്നാവും അല്ലേ? ഐ ലവ് യു ബേബി, ഹി ലവ്സ് യു ബേബി, ഷീ ലവ്സ് യു ബേബി. അപ്പം എല്ലാ ടോക്കും അല്ല, എല്ലാ വെർബും ഒരു തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെ വരുമ്പോൾ എസ് ആവും. പക്ഷേ ഈ മോഡൽ വെർബ്സ് ഒരിക്കലും അങ്ങനെ എസ് ആവില്ല. ഹീ ക്യാൻ എന്ന് തന്നെ പറയാം, ഷീ ക്യാൻ, ഇറ്റ് ക്യാൻ അല്ലെങ്കിൽ ഇറ്റ് കുഡ് എന്നൊക്കെ തന്നെ നമ്മൾ പറയാം. അല്ലാണ്ട് ഷീ ക്യാൻസ്, ഹീ ക്യാൻസ് എന്ന് നമ്മൾ പറയാറില്ല. സോ അതൊരു സ്പെഷ്യാലിറ്റിയാണ്. ആൻഡ് ദേ മേക്ക് ക്വസ്റ്റ്യൻസ് ബൈ ഇൻവേർഷൻ. ഷീ ക്യാൻ ഗോ എന്നുള്ളത് എന്താവും? ക്യാൻ ഷീ ഗോ. വേറൊരു ഹീ റൈറ്റ്സ് എ ലെറ്റർ എന്നാണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യനിൽ എന്താ വരിക? ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹീ റോട്ട് എ ലെറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതല്ലെങ്കിൽ ഡിഡ് വരും അല്ലെ? നമ്മൾ കണ്ടു ഡിഡ്. അതുപോലെ ഇപ്പോൾ ഹീ വാസ് റൈറ്റിംഗ് എ ലെറ്റർ ആണെങ്കിൽ നമ്മൾ കണ്ടു അല്ലെ? വാസ് ഹീ റൈറ്റിംഗ് എ ലെറ്റർ എന്നുള്ള ആ വാസ് അല്ലെങ്കിൽ വേർ അല്ലെങ്കിൽ ഡിഡ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ് ഫ്രണ്ടിൽ കയറി വരിക. ഇൻവേർഷൻ അങ്ങനെയാണ് സംഭവിക്കുക. പക്ഷേ മോഡൽ വെർബ്സിന്റെ ക്വസ്റ്റിന്റെ ഇൻവേർഷൻ എങ്ങനെ വരിക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫോം എങ്ങനെയാണ് വരിക? അത് ഇൻവേർഷൻ ആണ് വരിക. ഷീ ക്യാൻ ഗോ എന്നുള്ളതിന് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ക്യാൻ ഷീ ഗോ. ഹീ വിൽ റൈറ്റ് എന്നുള്ളത് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ വിൽ ഹീ റൈറ്റ് എന്നുള്ളതാണ് ഇത്. ആൻഡ് വേറൊരു സ്പെഷ്യാലിറ്റി, ദേ ആർ ഫോളോഡ് ഡയറക്ട്ലി ബൈ ദ ഇൻഫിനിറ്റീവ് ഓഫ് അനദർ വെർബ് എന്നുള്ളതാണ്. സോ വിത്തൗട്ട് ടു, അതായത് ദേ ആർ ഗോയിങ് ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ടു വെച്ച് ചേർക്കും. പക്ഷെ ഇവിടെ ഇതിന് അതിൻ്റെ ആവശ്യമില്ല. ഷീ ക്യാൻ പ്ലേ അല്ലെങ്കിൽ ഷീ ക്യാൻ ഗോ ടു പ്ലേ ഇൻ ദ ഫീൽഡ് അങ്ങനെയൊന്നും പറയാം. അല്ലെങ്കിൽ ഗോ ടു അല്ല, ഗോ ടു അല്ല, ടു എന്നുള്ളത് ചേർക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ നൗ എന്തൊക്കെ സാഹചര്യത്തിലാണ് നമ്മളിത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് തിങ് ഈസ് പ്രോബബിലിറ്റി. സോ വാട്ട് ഈസ് പ്രോബബിലിറ്റി? നമുക്കറിയാലോ, മാത്സിലൊക്കെ കണ്ടിട്ടുണ്ട് പ്രോബബിലിറ്റി. അതായത് നടന്നേക്കാം, മഴ പെയ്യാം, അങ്ങനെ പ്രോബബിലിറ്റിയാണത്. നടക്കാനും സാധ്യതയുണ്ട്, നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, ചിലപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കും, ചിലപ്പോൾ നടക്കാൻ പോകുന്നുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു ഷുവർട്ടി ഇല്ല. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. So first they can be used when we want to say how sure we are that something happened, is happening, will happen. എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സംഭവിക്കും എന്നൊക്കെ പറയാൻ, അത് നമുക്ക് ഷുവർ അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ ഷുവർ ആണ് എന്ന് പറയാനും സാധിക്കും. We often call these models of deduction or speculation or certainty or probability. So okay, so let us see some examples. For example, it's snowing, so it must be very cold outside. ഇതിപ്പോൾ ഭയങ്കര സ്നോ ആണ്, ഇപ്പോൾ പുറത്ത് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ നമുക്ക് ഷുവർ അല്ല, പുറത്ത് പോയി നോക്കിയാലേ അറിയുള്ളൂ. ഐ ഡോണ്ട് നോ വേർ ജോൺ ഈസ്, ഹി കുഡ് ഹാവ് മിസ്ഡ് ദ ട്രെയിൻ. എനിക്ക് ജോൺ എവിടെയാണെന്ന് അറിയില്ല, അവൻ ആ ട്രെയിൻ ചിലപ്പോൾ മിസ് ചെയ്തിരിക്കാം. കണ്ടോ, അവിടെ ഒരു പ്രോബബിലിറ്റി ആണ്. വി ആർ നോട്ട് ഷുവർ വെദർ ഹി മിസ്ഡ് ദ ട്രെയിൻ ഓർ നോട്ട് എന്നുള്ളത് വി ആർ നോട്ട് ഷുവർ. So we are using this modal verb could. In the earlier case, we used the modal verb must. This bill can't be right. Pound 2,000 for 2 cups of coffee. ഈ ബില്ല് ശരിയായിരിക്കില്ല, ഒരു 2 കപ്പ് കോഫിക്ക് 200 രൂപയെന്ന് ചോദിക്കുന്നു. അപ്പോൾ കാൺ ബി എന്ന് പറയുന്ന മോഡൽ വെബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതൊരു പ്രോബബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ്. ഓക്കെ, now we can use this for showcasing the sentence's stability. Okay, so we can use can and could to talk about a skill or ability. ഒരു സ്കിൽ എങ്കിൽ എബിലിറ്റിയെ കുറിച്ച് പറയാനായിട്ട് നമുക്ക് ക്യാനും കുഡും യൂസ് ചെയ്യാം. ഷീ ക്യാൻ സ്പീക്ക് 6 ലാംഗ്വേജസ്. ഷീ ക്യാൻ ഡാൻസ്. ഷീ ക്യാൻ സിംഗ്. മൈ ഗ്രാൻഡ് ഫാദർ കുഡ് പ്ലേ ഗോൾഫ് വെരി വെൽ. ഐ കാൺ ഡ്രൈവ്. നമുക്കൊരു സ്കിൽ ഉണ്ടെന്ന് പറയാനോ ഇല്ലെന്ന് പറയാനോ അത് ഉപയോഗിക്കും. ഇപ്പോൾ ക്യാനിൻ്റെ നെഗറ്റീവ് ആണ് കാൺഡ്. ഐ ക്യാൻ ഡ്രൈവ്, എനിക്ക് ഓടിക്കാൻ സാധിക്കും. ഐ കാൺ ഡ്രൈവ്. ഐ കുഡ് റൈറ്റ് എ ലെറ്റർ, എനിക്കൊരു കത്ത് എഴുതാൻ സാധിക്കും. ഓക്കെ, നമുക്കൊരു എബിലിറ്റി ഉണ്ട്, ഒരു സ്കില്ലുണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂഷ്വലി ക്യാൻ ഓർ കുഡ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്യാനിൻ്റെയും കുഡിൻ്റെയും അറിയില്ല. ക്യാൻ നമ്മൾ പ്രസൻറ്റിൽ ഉപയോഗിച്ച് ചെയ്യാം. മൈ ഗ്രാൻഡ് ഫാദർ കുഡ് പ്ലേ ഗോൾഫ് വെരി വെൽ എന്നുള്ളത് നമ്മൾ കുഡ് എന്ന് പറയുന്നത് ക്യാനിൻ്റെ പാസ്റ്റ് ഫോമാണ് കുഡ്. Okay, obligation and advice. We can use verbs such as must or should to say when something is necessary or unnecessary or to give advice. ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമ്മൾ യൂസ് ചെയ്യുന്നത് മസ്റ്റ് ഓർ ഷുഡ് ആണ്.
അപ്പോൾ അത് കൺഫേം ആയിട്ടും ചെയ്തിരിക്കണം എന്നാണെങ്കിൽ ചിൽഡ്രൻ മസ്റ്റ് ഡു ദെയർ ഹോംവർക്ക്. വി ഹാവ് ടു വെയർ എ യൂണിഫോം അറ്റ് വർക്ക്. അപ്പോൾ വേറൊരു ഒബ്ലിഗേഷൻ ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി നമുക്ക് വി ഹാവ് ടു ഡു ദിസ്, നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. യു ഷുഡ് സ്റ്റോപ്പ് സ്മോക്കിംഗ്, നീ സ്മോക്കിംഗ് നിർത്തണം. ഇങ്ങനെ ഒരു ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ഡ്യൂട്ടി. വി ആർ ഒബ്ലൈജ്ഡ് മീൻസ് നമ്മളത് ചെയ്തേ തീരുള്ളൂ. അതായത് നമ്മൾ നിർബന്ധിതരാവുകയാണ് അത് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വി ഹാവ് ടു വെയർ യൂണിഫോം അറ്റ് വർക്ക്, വി ഹാവ് ടു വെയർ ദിസ് യൂണിഫോം ടു സ്കൂൾ, അല്ലെ, നിങ്ങളതിൽ നിർബന്ധിതരാവുകയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കും നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാം, പിന്നെ ഷുഡ് യൂസ് ചെയ്യാം, ഹാവ് ടു യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഫോർ ആസ്കിങ് പെർമിഷൻ ആസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യണം നമുക്കറിയാം. മേ ഐ ഗെറ്റ് ഇൻ, മേ ഐ ബോറോ യുവർ പെൻ, ക്യാൻ ഐ ബോറോ യുവർ പെൻ, കുഡ് യു പ്ലീസ് സിറ്റ് ഡൗൺ എന്നൊക്കെ പറയുന്നത് ഒരു അത് പെർമിഷൻ അല്ല, ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓർ കമാൻഡ്. ഓക്കെ, സോ വി ക്യാൻ സേ ക്യാൻ, കുഡ്, മേ ടു ആസ്ക് ഫോർ ഓർ ടു ഗീവ് പെർമിഷൻ. വി കുഡ് ഓൾസോ യൂസ് modal verbs to something is not allowed. Could I leave early today please? You may not use the car tonight. Can we swim in the lake എന്നൊക്കെ പറയാം. അത് പെർമിഷന് വേണ്ടി ക്യാൻ, കുഡ് ആൻഡ് മേ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം അലൗഡ് അല്ല. സോറി മാം, വി കനോട്ട് അലൗ ദാറ്റ്. ഇപ്പോൾ നമ്മൾ ഒരു നോൺ സ്മോക്കിംഗ് ഏരിയ ചെന്നിട്ട് ക്യാൻ ഐ സ്മോക്ക് എ സിഗർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും സോറി മാം, വി കുഡ് നോട്ട് അലൗ ഇറ്റ്, അല്ലെങ്കിൽ വി കനോട്ട് അലൗ ഇറ്റ്. കുഡ് നോട്ടിൻ്റെ ഫോമാണ്, കൺട്രാക്റ്റഡ് ഫോമാണ് കനോട്ട്. ഓക്കെ, വി കനോട്ട് അലൗ ഇറ്റ് എന്നുള്ളത് അതൊന്നും അലൗഡ് അല്ല. ക്യാൻ ഐ പാർക്ക് മൈ കാർ ഹിയർ? യെസ്, യു ക്യാൻ പാർക്ക് യുവർ കാർ ഹിയർ, അല്ലെങ്കിൽ യു കനോട്ട് പാർക്ക് യുവർ കാർ ഹിയർ. Habits. We can use will and would to talk about habits or things we usually do or did in the past. നമ്മുടെ ചില പാസ്റ്റിൽ നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങളെക്കുറിച്ച്, ഹാബിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിരുന്ന നമ്മുടെ രീതികളെക്കുറിച്ചൊക്കെ പറയാം. So when I lived in Italy, we would often eat in the restaurant next to my flat. John will always be late. അങ്ങനെ ഒരു ഹാബിറ്റിനെ കുറിച്ച്, John will always drink coffee, അല്ലെങ്കിൽ she will always dance. അതൊരു ഹാബിറ്റാണ്, ഒരാളുടെ ഹാബിറ്റാണ്, അയാൾ അത് സ്ഥിരം ഒരു ദിനചര്യയാണ് അയാളുടെ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിൽ ഓർ വുഡ് യൂസ്. അപ്പോൾ ഇതൊക്കെ ഏതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊരു ചാർട്ട് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എബിലിറ്റിയെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽ വെർബ്സ് ഏതൊക്കെയാണ്? ക്യാൻ, കുഡ്. എക്സാമ്പിൾ, ഡേവിഡ് ക്യാൻ സ്പീക്ക് 3 ലാംഗ്വേജസ്, ഹു കുഡ് സ്പീക്ക് ഫ്ലുവൻറ്റ് ഫ്രഞ്ച്, then he was 5. പെർമിഷന് വേണ്ടിയിട്ട് ക്യാൻ, കുഡ്, മേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് എഴുതിയെടുക്കണേ. അഡ്വൈസിന് വേണ്ടിയിട്ട് ഷുഡ്. And you can also write down the examples. Then obligation item, we can use must, have to. For possibility, you can use might, may, could, can, and you can write down these examples. പിന്നെ ഇവിടെ കുറച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാത്ത കാര്യങ്ങൾ. ought to എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് മോർ അബൌട്ട് ഒരു മോറൽ ഡ്യൂട്ടിയെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഇൻസിസ്റ്റന്റ് അഡ്വൈസ്, സ്ട്രിക്റ്റ് റെക്കമെൻഡേഷൻ, ഇതിനൊക്കെ നമുക്ക് ought to. You ought to do this. You ought to pray daily. നീ ദിവസവും പ്രേ ചെയ്യാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നിർബന്ധിതനാണ്, അല്ലെങ്കിൽ നീ അത് ചെയ്തിരിക്കണം. You ought to apologize. നീ അപ്പോളജൈസ് ചെയ്തേ പറ്റുള്ളൂ, അല്ലേ? ദെൻ നീഡ് എന്ന് പറഞ്ഞാൽ അൺനെസസിറ്റിയെ കുറിച്ച് പറയാനായിട്ട്, അല്ലെങ്കിൽ നെസസിറ്റിയെ കുറിച്ച് പറയാനായിട്ടൊക്കെ നമുക്ക് പറയാം. ഐ നീഡ് ടു റൈറ്റ് ദിസ് ലെറ്റർ, അതെനിക്ക് അത്യാവശ്യമാണ് എന്ന് പറയാം. ബി ടു, obligation arising out of arrangement or agreement. Then have to, unwillingness അല്ലെങ്കിൽ forced circumstances. I have to do this because mom asked me to. എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ ബിക്കോസ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാം, അത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അൺവില്ലിങ് ആണ്, നമുക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്തോ ഒരു കാര്യം കൊണ്ട് നമുക്കൊരു ഫോഴ്സ്ഡ് സർക്കം. ഐ ഹാവ് ടു ഗീവ് ദം ദിസ് മണി ബിക്കോസ് മൈ ഡോക്ടർ ഇസ് കിഡ്നാപ്ഡ്. എൻ്റെ മകളെ അവൾ കിടത്തിക്കൊണ്ട് പോയി, സോ അവർക്ക് എനിക്ക് ഈ പൈസ കൊടുത്തേ പറ്റുള്ളൂ. സോ അങ്ങനത്തെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഹാവ് ടു യൂസ് ചെയ്യുക. വുഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷ് അല്ലെങ്കിൽ ഒരു പൊളൈറ്റ്, വുഡ് യു ഡാൻസ് വിത്ത് മീ, അല്ലെങ്കിൽ വിൽ യു ഡാൻസ് വിത്ത് എന്ന് ചോദിക്കും. വുഡ് ഷീ ഡാൻസ് വിത്ത് ഹിം, വിൽ ഹി ഡാൻസ് വിത്ത് ഹിം എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, ഷുഡ്. ദെൻ യൂസ്ഡ് ടു എന്ന് പറയുന്നത് ഒരു റിപ്പീറ്റഡ് ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. ഐ യൂസ്ഡ് ടു ഡ്രിങ്ക് വോഡ്ക. I used to drink vodka, right? അപ്പോൾ യൂസ്ഡ് ടു പറഞ്ഞാൽ ഞാൻ യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാനത് ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ കറൻ്റ് ഐ എം നോട്ട് ഡൂയിങ് ദാറ്റ്. ഓക്കെ, ഐ യൂസ്ഡ് ടു ഡാൻസ്, പക്ഷേ ഐ എം നോട്ട് ഡൂയിങ് ദാറ്റ്. ഐ യൂസ്ഡ് ടു സിങ്, ഐ യൂസ്ഡ് ടു ഈറ്റ് മാംഗോസ്,
ബട്ട് കറൻ്റ്ലി ഐ എം നോട്ട് ഡൂയിങ് ദാറ്റ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരുന്നു, പക്ഷെ നൗ വി ആർ നോട്ട്